എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്റർ 1166 ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാലും മാത്രമേ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനധികം പറഞ്ഞു പഠിപ്പിക്കില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് അങ്ങ് പോയേക്കാം. നമ്മൾ ചാപ്റ്ററിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ അല്ല ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിലുള്ള ചില കാര്യങ്ങളും അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് നടക്കാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങളെല്ലാവരും ചാപ്റ്റർ വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തായിട്ട് നമ്മുടെ കിങ് ഹെറൽഡ് തൻ്റെ കാസലിൽ വന്നതിന് ശേഷം ആ സർക്കിൾ അവിടെ വരക്കും. അതിനുശേഷം ഇമോസാമിയായിട്ട് നമ്മുടെ കിങ് ഹെറൽഡ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സംസാരത്തിനിടയിലാണ് നമ്മുടെ കിങ് ഹെറൽഡിന് ഒരു കാര്യം മനസ്സിലാകുന്നത്. നമ്മുടെ ഇമോസമ്മക്ക് ഈ ജയൻസിനെ വേണ്ടത് അവരുമായിട്ട് ഒരു നല്ല ബന്ധം സ്ഥാപിക്കാനൊന്നുമല്ല. എന്തിനാണെന്ന് വെച്ചാൽ ഒരു മിലിറ്ററി പവറായിട്ട് നമ്മുടെ ജയൻസിനെ മാറ്റിയെടുക്കാം. പക്ഷെങ്കിൽ നമ്മുടെ ഹെറൽഡിന് അതിന് താല്പര്യമില്ല. ഹെറൽഡിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ മെയിനായിട്ടുള്ളത് ജയൻസിന് ഒരു സാധാരണ ലൈഫ്, ഈ കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലാത്തൊരു സാധാരണ ലൈഫ് വേണമെന്നായിരുന്നു. പക്ഷെങ്കിൽ നമ്മുടെ ഇമോസാമ ഇപ്പോൾ ഓർഡർ ചെയ്തത് വെച്ച് നോക്കുകയാണെങ്കിൽ ഹെറൽഡിന് ഇപ്പോൾ അത് ചെയ്തേ പറ്റൂ. കാരണം ഹെറൽഡിന് ഇപ്പോൾ അത് എതിർക്കാൻ പറ്റുന്നില്ല. കാരണം തൻ്റെ കയ്യിലുള്ള സീല് കാരണം ഈ ഡീപ് സീ കോൺട്രാക്റ്റ് തൻ്റെ കയ്യിൽ വന്നതോടുകൂടി തൻ്റെ ബോഡി നമ്മുടെ സെബക്കിന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആയി പോകുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ സെബക്ക് ബാക്കിയുള്ളവരോട് ഓർഡർ ചെയ്യാണ് തന്നെ പിടിച്ചൊരു പില്ലറിനോട് കെട്ടിയിടാൻ. അതിനുവേണ്ടി അവിടെ ഒരുപാട് ചാൻസും വരുന്നുണ്ട്. അതേസമയം തന്നെ ഹെറൽഡ് പറയുന്നുണ്ട് തൻ്റെ 2 മക്കളോടും ഇത് പറയാം. ആ ടൈമിൽ നമ്മുടെ ലോക്കി കാര്യം അറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ ടൈമിലാണ് നമ്മുടെ ലോക്കി കാണുന്നത് നമ്മുടെ ഹെറൽഡിനെ ഈ ഒരു അവസ്ഥയിൽ. അപ്പോൾ ഈ ഒരു സീനിലാണ് നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത ചാപ്റ്ററിൽ നമുക്ക് എന്തായാലും നമ്മുടെ ലോക്കി വേഴ്സസ് ഹെറൽഡ് കാണാൻ കഴിയും. നമ്മുടെ ലോക്കി എങ്ങനെയാണ് നമ്മുടെ ഹെറൽഡിനെ കൊല്ലുന്നത്, അതുപോലെ തന്നെ ആ ടൈമിൽ നമ്മുടെ ഷാങ്സും ഗബാനും എൽബാഫിലുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അവർ എപ്പോഴായിരിക്കും അവിടെ എത്താൻ പോകുന്നത്, എല്ലാം കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ ഹെറൽഡിനെ ഡിഫീറ്റ് ചെയ്യാൻ നമ്മുടെ ഗബാനും ഷാങ്സും നമ്മുടെ ലോക്കിനെ സഹായിക്കുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. പിന്നെ അവിടെ നടക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇമോസാമ അവിടത്തേക്ക് വരുന്നത്. അങ്ങനെ നടക്കുകയാണെങ്കിൽ അതും വലിയൊരു പ്രശ്നമാകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. ചിലപ്പോൾ നമ്മുടെ ഇമോസാമയായിരിക്കും നമ്മുടെ ഹെറൽഡിനെ കൊല്ലാൻ പോകുന്നത്. ഇനിയിപ്പം നമ്മുടെ ലോക്കിയാണ് കൊന്നതെങ്കിൽ ഈ ടൈമിൽ തന്നെയായിരിക്കും നമ്മുടെ ഷാങ്സും ലോക്കിയും തമ്മിലൊരു ഫൈറ്റ് നടക്കാൻ പോകുന്നത്. ഇത് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിലാണോ എന്തിൻ്റെ പേരിലാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അവിടെ നല്ലൊരു ക്ലാഷ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ ഈ ചാപ്റ്ററിൽ നടക്കാൻ ചാൻസ് ഉള്ള മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഡെവിൽ ഫ്രൂട്ടില്ലേ എൽബാഫിലുള്ള ആ ഡെവിൽ ഫ്രൂട്ടിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ കഴിയും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോക്കി ഒരു ഡെവിൽ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് തൻ്റെ ഫാദറിനെ കൊന്നിട്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഒരു പക്ഷേ നമുക്ക് ആ ഡെവിൽ ഫ്രൂട്ട് ഏതാണെന്ന് റിവീൽ ചെയ്യുന്നതായിരിക്കും. കാരണം ആ ഡെവിൽ ഫ്രൂട്ടിന് വളരെയധികം പ്രാധാന്യം തന്നെ നമ്മുടെ സ്റ്റോറിയിൽ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നമ്മുടെ സെബക്ക് അതിന് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ 1116 ഞാൻ ഇതൊക്കെ ആയിരിക്കും മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് ഒരു ബ്രേക്കിന് ശേഷം മാത്രമേ കാണാൻ കഴിയുമെങ്കിലും നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതുമാത്രമല്ല നമ്മുടെ ഈ ബാക്ക് സ്റ്റോറി ഇപ്പോൾ ഏകദേശം എൻഡ് ആവാനായിട്ടുണ്ട്. ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായി. നമ്മുടെ ലൂഫീൻ്റെ ഒരു ഫേസ് കാണിച്ചിട്ടുണ്ട് ഒരുപാട് കാലമായി. നമ്മുടെ മെയിൻ ക്യാരക്ടറില്ലാതെ ഇത്രയും കാലം പോകുന്ന ഒരു ആനിമേ വേറെ ഏതെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം നടന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പെട്ടെന്ന് തന്നെ 10K അടിക്കാൻ സഹായിക്കുക. അപ്പോൾ മറ്റൊരു സമയത്തിലേക്ക് കാണുന്നവർ ബൈ ബൈ.